Hello children, welcome to Kids Area Online. ഇന്നത്തെ ക്ലാസ് ഇന്റഗ്രേഷൻ ഡേ 2 ക്ലാസ് ആണ്. എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞ് ഇന്റഗ്രേഷൻ ഡേ 1 എക്സാം ഒക്കെ കഴിഞ്ഞ് ഇന്റഗ്രേഷൻ ഡേ 2 തയ്യാറായിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ആ എക്സാമിന്റെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം പറയട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് തേർഡ് ടൈം ക്ലാസ് ക്രിസ്മസ് എക്സാം കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799 9746487799. ഇന്റഗ്രേഷൻ ഡേ 2 ക്ലാസ്സിലേക്ക് പോകാം. വരികൾ കൂട്ടിച്ചേർക്കൂ. വരികൾ കൂട്ടിച്ചേർത്ത് പാടൂ. ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ്. നമുക്ക് 2-3 പഴയ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. അതിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പുതിയ ക്വസ്റ്റ്യൻ വന്നാൽ വരികൾ കൂട്ടിച്ചേർത്ത് പാടേണ്ടത്, വരികൾ കൂട്ടിച്ചേർത്ത് എഴുതണം എങ്ങനെയാണെന്ന് മനസ്സിലാകും. ഉണ്ണിക്കുണ്ടൊരു പൂന്തോട്ടം, പൂക്കൾ ചിരിക്കും പൂന്തോട്ടം, ഉണ്ണിക്കുണ്ടൊരു പൂന്തോട്ടം, കിളികൾ പാടും പൂന്തോട്ടം. ഇവിടെ ആവർത്തിച്ച് വരുന്നത് എന്താണ്? വീണ്ടും വീണ്ടും വരുന്നത് എന്താണ്? ഉണ്ണിക്കുണ്ടൊരു പൂന്തോട്ടം, ഉണ്ണിക്കുണ്ടൊരു പൂന്തോട്ടം. നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ആവർത്തിച്ച് വരുന്നത് വീണ്ടും ആവർത്തിച്ച് തന്നെ എഴുതണം. നോക്കി, ഇവിടെ എല്ലായിടത്തും ലാസ്റ്റ് എന്തുണ്ട്? പൂന്തോട്ടം. ഉണ്ണിക്കുണ്ടൊരു പൂന്തോട്ടം. ഇവിടെ 3 അക്ഷരങ്ങൾ, അതുപോലെ 3 അക്ഷരങ്ങൾ. അണ്ണാൻ കളിക്കും പൂന്തോട്ടം. അങ്ങനെ എഴുതുമ്പോൾ ആ താളം ഒരുപോലെ വരും കേട്ടോ. ഇവിടെ ചില്ലക്ഷരം കൊടുത്തു, ഇവിടെയും ചില്ലക്ഷരമാണ്. പൂക്കൾ ചിരിക്കും പൂന്തോട്ടം. അതുപോലെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് അണ്ണാൻ കളിക്കും പൂന്തോട്ടം. ഇവിടെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചിത്രത്തിൽ നിന്ന് കണ്ടെത്തി എഴുതണം. ഉണ്ണിക്കുണ്ടൊരു പൂന്തോട്ടം. ഇവിടെ കിളികൾ പാടും, പൂമ്പാറ്റകൾ പാറും പൂന്തോട്ടം. ഉണ്ണിക്കുണ്ടൊരു പൂന്തോട്ടം, അണ്ണാൻ കളിക്കും പൂന്തോട്ടം. ഉണ്ണിക്കുണ്ടൊരു പൂന്തോട്ടം, പൂമ്പാറ്റകൾ പാറും പൂന്തോട്ടം. ഓക്കെ. അതുപോലെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് സുന്ദരിപ്പൂക്കൾ. പൂ പൂ വെള്ളപ്പൂ, വെള്ള നിറത്തിൽ തുമ്പപ്പൂ. പൂ പൂ മഞ്ഞപ്പൂ, മഞ്ഞ നിറത്തിൽ എന്തായിരിക്കും? മഞ്ഞപ്പൂ. മഞ്ഞ നിറത്തിൽ മഞ്ഞപ്പൂ. വീണ്ടും എഴുതാൻ പറഞ്ഞാൽ വെള്ള എഴുതി, മഞ്ഞ എഴുതി. നമുക്കടുത്ത് നീല എഴുതിയാലോ? പൂ പൂ നീലപ്പൂ. കണ്ടോ, ഇവിടെ പൂ പൂ, അതുപോലെ പൂ പൂ, ഇവിടെ വെള്ളപ്പൂ, നീലപ്പൂ. നീല നിറത്തിൽ ഇവിടെ എന്താണോ വന്നത് അതാണ് ഇവിടെ. വെള്ളപ്പൂ വെള്ള നിറത്തിൽ, നീലപ്പൂ നീല നിറത്തിൽ. നീല നിറത്തിലുള്ള പൂവ് ഏതാണ്? കാക്കപ്പൂ. അടുത്ത് ചുവപ്പ് പൂ. പൂ പൂ ചുവപ്പ് പൂ, ചുവപ്പ് നിറത്തിൽ റോസാപ്പൂ. നിങ്ങൾക്ക് ഏത് നിറമാണോ എഴുതേണ്ടത് ആ നിറം കൊടുക്കാം കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് മനസ്സിലായല്ലോ? ഇങ്ങനെ ചോദിച്ചാൽ എഴുതാൻ അറിയില്ലേ? അറിയാം. ഇവിടെ നോക്കി, മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാണേ. പൂത്തുമ്പി പൂത്തുമ്പി എങ്ങോട്ടാണീ സഞ്ചാരം? പൂന്തേനുണ്ട് രസിക്കാനോ, നാടിൻ കാഴ്ചകൾ കാണാനോ. വീണ്ടും പൂത്തുമ്പി പൂത്തുമ്പി എങ്ങോട്ടാണീ സഞ്ചാരം? എന്തായിരിക്കും? പൂന്തേനുണ്ട് രസിക്കാനോ, അതിനു പകരം എന്ത് ചെയ്യാം? വേറെ എഴുതാം. നാടിൻ കാഴ്ചകൾ കാണാനോ, അതിനെന്ത് ചെയ്യാം? മാറ്റി എഴുതാം. നമുക്ക് കാട്ടിൽ കാഴ്ചകൾ കാണാനോ, എന്താണോ എഴുതാനുള്ളത്, നിങ്ങൾക്ക് എന്താണോ ആശയം വരുന്നത് അതുപോലെ എഴുതാം കേട്ടോ. മാനത്തുണ്ടേ നക്ഷത്രം, താഴത്തുണ്ടേ തുമ്പപ്പൂ. രണ്ടും കാണാൻ എന്തു രസം, കയ്യിലെടുക്കാൻ കൊതിയല്ലോ. വീണ്ടും മാനത്തുണ്ടേ അമ്പിളിമാമൻ, താഴത്തുണ്ടേ ആമ്പൽപ്പൂ. രണ്ടും കാണാൻ എന്തു രസം, കയ്യിലെടുക്കാൻ കൊതിയല്ലോ. ഇവിടെ മാനത്ത് കാർമേഘവും മഴവില്ലുമാണ്, താഴത്ത് കരിവണ്ടും കാക്കപ്പൂ. ഇവിടെ മാനത്തും താഴത്തും, അപ്പൊ മാനത്ത് ഏതെടുക്കാം? കാർമേഘം എടുക്കാം. മാനത്തുണ്ടേ കാർമേഘം, താഴത്തുണ്ടേ കരിവണ്ട്. അപ്പൊ ഇതുപോലെ തന്നിരിക്കും. ഇന്നലെ ശ്രദ്ധയോടെ എഴുതണം കേട്ടോ. മാനത്ത് 2 എണ്ണമാണ്, താഴത്ത് 2 എണ്ണമാണ്. ഇത് രണ്ടും ഒരുമിച്ച് എഴുതല്ലേ. മാനത്തുണ്ടേ കാർമേഘം, മാനത്തുണ്ടേ മഴവില്ല. അങ്ങനെയല്ല, മാനത്തുണ്ടേ താഴത്തുണ്ടേ. അപ്പൊ ഇവിടെ നിന്നും ഒരെണ്ണം എടുക്കുക, ഇവിടെ നിന്നും ഒരെണ്ണം എടുക്കുക. മാനത്തുണ്ടേ കാർമേഘം, താഴത്തുണ്ടേ കരിവണ്ട്.
രണ്ടും കാണാൻ എന്തു രസം, കയ്യിലെടുക്കാൻ കൊതിയല്ലോ. അടുത്തെന്ത് എഴുതാം? മാനത്തുണ്ടേ മഴവില്ല്, താഴത്തുണ്ടേ കാക്കപ്പൂ. രണ്ടും കാണാൻ എന്തു രസം, കയ്യിലെടുക്കാൻ കൊതിയല്ലോ. ഓക്കെ, അപ്പോൾ എഴുതി ചേർക്കാനായിട്ട് അറിയാലോ, വരികൾ എഴുതാൻ അറിയാലോ. അവിടെ എന്തൊക്കെയാണ് ഒരുപോലെ ആവർത്തിച്ച് വന്നിട്ടുള്ളതെന്ന് നോക്കുക. എന്നിട്ടോ മറ്റുള്ളത് നമ്മൾ ആ നൽകിയിരിക്കുന്ന പിക്ചറിൽ നിന്നും കണ്ടെത്തി വാക്കുകൾ കണ്ടെത്തി എഴുതുക. അല്ലെങ്കിൽ ഇതുപോലെ നൽകിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും വാക്ക് കണ്ടെത്തി കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യുക. ഒന്നുകിൽ പിക്ചർ തരും, അല്ലെങ്കിൽ ഇതുപോലെ എഴുതിയിട്ടുണ്ടാവും. ഏതാണോ ഉള്ളത് അതിനെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അതിൽ വാക്കുകൾ കൂട്ടിച്ചേർക്കാം. ഡയറി എഴുതുക. ഘോഷയാത്ര കാണാൻ പോയി. അപ്പൊ നിങ്ങളൊരു ഘോഷയാത്ര കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓണാഘോഷം കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു റാലി കണ്ടു. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഡയറി എങ്ങനെ എഴുതാം? ഡയറിയിൽ എന്തൊക്കെ ഉണ്ടാവും? നമുക്ക് ആദ്യം എന്ത് എഴുതാം? ഡേറ്റ് എഴുതാം. കാണാൻ പോയ ഡേറ്റ് എഴുതാം. എന്നിട്ട് അത് ഏത് ദിവസവും എന്ന് എഴുതാം. അത് വലതുവശത്താണ് കേട്ടോ. എന്നാണോ ആ സംഭവം നടന്നത് ആ ദിവസം, ആ ഡേറ്റ് എഴുതണം, തീയതി എഴുതണം, താഴെ ദിവസം എഴുതണം. അപ്പൊ ടീച്ചറോട് എഴുതുന്നത് ഒരു റാലി, ഒരു ഘോഷയാത്ര കണ്ടതിനെ കുറിച്ചാണേ. എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമാണ് ഇന്ന്. എന്താ എഴുതിയിരിക്കുന്നേ? എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമാണ് ഇന്ന്. അവധിയായതിനാൽ ഞാൻ അനുമോദന റാലി കാണാൻ പോയി, അല്ലെങ്കിൽ ഘോഷയാത്ര കാണാൻ പോയി. ഘോഷയാത്രയിൽ പുലിക്കളി ഉണ്ടായിരുന്നു, ചെണ്ടമേളം ഉണ്ടായിരുന്നു. അവർ മധുരം കൊടുത്തപ്പോൾ എനിക്കും കിട്ടി. അവിടെ മുഴുവനും തോരണം കെട്ടിയിരുന്നു. ആദ്യമായാണ് ഞാൻ ഘോഷയാത്ര കാണുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഒരു സംഭവം നിങ്ങൾ കണ്ടത്, ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്കത് ഫീൽ ചെയ്ത്, നിങ്ങൾക്ക് എങ്ങനെയാണോ അത് മനസ്സിലായത്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? അന്നത്തെ ദിവസത്തെ ഡേറ്റും ദിവസവും എഴുതുക. എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമാണ് ഇന്ന്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇന്ന് ഇതൊക്കെ നടന്നു എന്ന് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഡയറി എഴുതാൻ സ്കൂളിൽ പഠിപ്പിച്ചുവല്ലോ. ഓക്കെ, ഡയറി എഴുതാൻ മനസ്സിലായല്ലോ. ഡയറി എഴുതുമ്പോൾ ഘോഷയാത്രയാണ് കാണാൻ പോയതെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടാവും? പുലിക്കളി ഉണ്ടാകും, ചെണ്ടമേളം ഉണ്ടാകും, തോരണം കെട്ടിയിരിക്കും, മധുരം കൊടുക്കും, ആണല്ലോ. യെസ്, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാം കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. നമ്മളത് കണ്ടെത്തണം. കണ്ടെത്താൻ അത്ര എളുപ്പമല്ല കേട്ടോ. കാരണം എന്താ, ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ എങ്ങനെ കളർ ചെയ്യും? നമ്മൾ എന്ത് ചെയ്യണം? ഒരേ നമ്പേഴ്സിന് കളർ കൊടുക്കണം. അതിനു മുൻപ് നമുക്ക് എന്ത് ചെയ്യാം? ഈ കണക്ക് നമ്മൾ ചെയ്യണം. 4 + 3 4 + 3 എത്രയാണ്? 4 + 3 4 കഴിഞ്ഞാൽ 5 6 7 7. ടീച്ചർ ഇവിടെ ആൻസർ തരാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയെടുത്ത ശേഷം ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വേഗത്തിൽ എഴുതിയെടുക്കുക. കാരണം ഇങ്ങനെ അഡീഷന്റെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ചോദിക്കും. ഇന്റഗ്രേഷൻ ഡേ 2 അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ഡേ 3 ഉണ്ടാവും, അഡീഷന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് ഇത്രയും നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ ഈസിയാണ്. 4 + 3 7 ടീച്ചർ ഇവിടെ ചെയ്തു. നിങ്ങൾ ഇതിന്റെ ബാക്കിയുള്ള ആൻസർ ചെയ്യണം. ടീച്ചർ ഇവിടെ ആൻസർ നൽകിയിരിക്കാം, അത് നിങ്ങൾ ശരിയാണോ എന്നിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. 2 + 2 = 4. 5 + 1 = 6. 2 + 3 = 5. 3 + 1 = 4. 4 + 1 = 5. 2 + 4 = 6. 6 + 3 = 9. ഓക്കെ, ടീച്ചറുടെ ആൻസർ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആൻസർ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ മാത്രം എഴുതിയെടുക്കുക, ആൻസർ കണ്ടെത്തുക. നല്ല ശീലങ്ങൾ. നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഒത്തിരി നല്ല ശീലങ്ങൾ അറിയാലോ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും പിമ്പും കൈ കഴുകണം. എന്നിട്ടോ കൈയും വായും നന്നായി വൃത്തിയാക്കണം, ഭക്ഷണത്തിന് മുമ്പും ശേഷവും. കൈകളും നല്ലതുപോലെ കഴുകണം. നഖങ്ങൾ വൃത്തിയാക്കണം, വെട്ടി ഒതുക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. അടുത്തെന്താ? ഭക്ഷണം കഴിക്കുന്ന പാത്രവും വെള്ളം കുടിക്കുന്ന ഗ്ലാസും ആവശ്യത്തിന് നമ്മൾ എടുക്കുമ്പോൾ വൃത്തിയായിട്ട് കഴുകണം. ഇവിടെ നോക്കിയേ, ഈ കുട്ടി ചെയ്യുന്ന നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ്? പഠിക്കുന്നത് നല്ല ശീലമാണ്.
ഇവിടെ എന്ത് ചെയ്യുന്നു? പല്ലു തേക്കുന്നു. രാവിലെ വൈകുന്നേരവും പല്ല് വൃത്തിയാക്കണം, ബ്രഷ് ചെയ്യണം. അത് നല്ല ശീലമാണ്. ദിവസവും കുളിക്കണം. അത് നല്ല ശീലമാണ്. ആഹാരത്തിന് മുമ്പും പിമ്പും കൈയും വായും വൃത്തിയായി കഴുകണം. വൃത്തിയുള്ള പാത്രത്തിൽ ആഹാരം കഴിക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം. ഇതെല്ലാം നല്ല ശീലങ്ങളാണ്. അപ്പൊ നിങ്ങളോടൊരു നല്ല ശീലം എഴുതാൻ പറയും. നിങ്ങൾ ഏത് നല്ല ശീലം എഴുതും? ഇന്ന് എഴുതി പഠിച്ചിട്ട് പോണേ. എല്ലാ ദിവസവും കുളിക്കണം. നഖം വെട്ടണം. എഴുതി പഠിച്ചിട്ട് പോയിട്ടില്ലേ? അക്ഷരത്തെറ്റ് വരാതെ എഴുതി പഠിച്ചിട്ട് പോണേ. എന്താ എഴുതി പഠിക്കുക? എല്ലാ ദിവസവും കുളിക്കണം. 2 നേരം രാവിലെയും വൈകിട്ടും പല്ലു തേക്കണം. നഖം വെട്ടണം. ആഹാരത്തിന് മുമ്പും പിമ്പും കൈ കഴുകണം. പഠിച്ചിട്ട് പോവല്ലോ. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. അപ്പൊ നല്ല ശീലങ്ങൾ, നിങ്ങൾ 2 നല്ല ശീലം അക്ഷരത്തെറ്റ് കൂടാതെ എഴുതാൻ പഠിച്ചിട്ട് പോണം. ഓക്കെ, ചെയ്യുമല്ലോ? ഓക്കെ. Okay children, bye bye. Thank you.